മണക്കോട് ബ്ലോക്കിലെ വിദ്യാഭ്യാസ ആരോഗ്യ ശാഖ കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഇന്ദു AK അവരുടെ ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചു. എത്രയും ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, അതുപോലെ നമ്മുടെ ഈ കർഷക ദിന ഉദ്ഘാടനം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ വൈസ് പ്രസിഡന്റ്, പിന്നെ വേദിയിൽ സദസ്സിൽ ബ്ലോക്ക് പഞ്ചായത്ത് കർത്തവ്യായി ചോദിച്ചത്, അതുപോലെ നമ്മുടെ സദസ്സിൽ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ ഇന്ന് കേരളം ആകെ നമ്മുടെ കർഷക ദിനമായിട്ട് ചിങ്ങം 1 കർഷക ദിനമായിട്ട് ആചരിക്കുകയാണ്. നമ്മുടെ കർഷകരെ നമ്മുടെ വയറ് നിറയ്ക്കുന്നത്, നമ്മുടെ പാഠശാലകളിൽ പണിയുന്നത്, നമുക്ക് വേണ്ടിയിട്ട് വയറ് നിറയ്ക്കാനായിട്ട് അവരുടെ വിലപ്പെട്ട സമയം അവർ കാർഷിക കൃഷിയിലേക്ക് ഏർപ്പെടുകയാണ്. നമുക്കറിയാം, കോവിഡ് കാലത്ത് പോലും നമ്മളെല്ലാവരും വീടിനുള്ളിൽ പുറത്തിറങ്ങാൻ പറ്റാതിരുന്ന സാഹചര്യത്തിൽ പോലും നമ്മുടെ കർഷകർ നമുക്ക് വേണ്ടി, നമുക്കുള്ള അന്നത്തിന് വേണ്ടിയിട്ട് അവർ പാടശേഖരങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ ഭക്ഷണം കഴിക്കാൻ പോലും നമ്മൾക്ക് ഈ കർഷകരില്ലെങ്കിൽ നമ്മളില്ല. ശരിക്കും അതാണ് ഇതിൻ്റെ. പിന്നെ ഞങ്ങളിന്നിപ്പോൾ കളമശ്ശേരിയിൽ നമ്മുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തിൽ പോയപ്പോൾ നമ്മുടെ മന്ത്രി, കൃഷി വകുപ്പ് മന്ത്രി പറയുകയുണ്ടായിരുന്നു, പുതിയ പുതിയ ടെക്നോളജി ഇന്നത്തെ കർഷകരെ, അതായത് നമ്മുടെ ചെറുപ്പക്കാരെ കർഷകരിലേക്ക് എത്തപ്പെടുന്നില്ല, അതായത് കൃഷിയിലേക്ക് വരുന്നില്ല. അപ്പോൾ നമ്മുടെ കൃഷിയെ വിവരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്കൂൾ തലത്തിൽ കുട്ടികളെ ചെറുപ്പത്തിലെ തന്നെ കുട്ടികളുടെ കർഷകരെയൊക്കെ അഭിനന്ദിച്ച് അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകുന്നതിലേക്ക് സർക്കാർ പുതിയ ടെക്നോളജി പ്രകാരം കുട്ടികൾക്ക് കൂടുതൽ ഊർജവും അതിന് വേണ്ടിയിട്ട് അവരെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കാരണം വിദ്യാർത്ഥികൾ മികച്ച നമ്മുടെ കുട്ടിയിലേക്ക് ഒരു കുട്ടി കർഷകർ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് പോയത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു ഏറ്റവും മികച്ച കുട്ടി കർഷകരുടെ അവാർഡ് വാങ്ങിയത്. അപ്പോൾ നമുക്കറിയാം, പാടങ്ങളിലേക്കൊക്കെ ചെടി, ഇന്നത്തെ കുട്ടികളൊക്കെ ചെടി കയ്യിലാവും കാലിലാവുന്ന ഇതില് ഇറങ്ങാത്ത കുറേ കുട്ടികളുണ്ട്. യൂട്യൂബ് വഴിയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. കുട്ടികൾ, ഇഷ്ടംപോലെ കുട്ടികൾ പശു വളർത്തുന്ന കുട്ടികളുണ്ട്. അത് ഒരു സാഹചര്യത്തിൽ അവർ ക്ഷീരവശരായ അച്ഛനമ്മമാരും ഉള്ളതുകൊണ്ട് അവർ അച്ഛനമ്മമാരെ സഹായിക്കും, പുല്ലു മുറിക്കുന്നു. അതുപോലെ തന്നെ ഈ പശുവിനെ കുളിപ്പിക്കാൻ, പശുവിനെ പാടത്തേക്ക് ഇടാനൊക്കെ ആയിട്ട് നമ്മുടെ കുട്ടികളുടെ ചെറുപ്പത്തിലെ തന്നെ ഒരു അവബോധം തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഇതുപോലെ ചെയ്യുകയാണ് നമ്മുടെ അച്ഛനമ്മമാര്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു കാർഷിക വൃത്തിയിലൊക്കെ ഏർപ്പെടുകയും, അതുപോലെ തന്നെ ഈ കായിക ഇതിലേക്കൊക്കെ പോകുന്ന കുട്ടികൾ ഒരിക്കലും വഴിതെറ്റില്ല. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളൊക്കെ വഴിതെറ്റി പോകുന്ന ഒരുപാട് സാഹചര്യമുണ്ട്. ഈ അടുത്തിടെ തന്നെ നമുക്കറിയാം, കുട്ടികളുടെ ആത്മഹത്യ വർദ്ധനവാണ് കൂടുതൽ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ സ്കൂളുകളിലൊക്കെ ഇതുപോലെയുള്ള ഇതൊക്കെ സംഘടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ മറ്റു മേഖലകളിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ അവരുടെ മാനസികവും വൈകാരികവുമായ വളർച്ചയ്ക്ക് ഒരു നല്ലൊരു ഇതുണ്ടാകുമെന്ന് തോന്നുന്നു. കാരണം മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ അവർക്ക് കൂടുതൽ ഇങ്ങനെയുള്ള കൃഷികളിലേക്കൊക്കെ ഇറങ്ങി ചെന്ന് കഴിയുമ്പോഴേക്കും അവർ പലതും കാണും. ഒരു ചെടി വളർന്നു വരുമ്പോൾ അതിലൊരു പുഷ്പം, അതിൽ ഒരു കായുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കാണുന്ന സന്തോഷം വളരെ വലുതാണ്. അതിനെ വീണ്ടും ആ ചെടിയെ വളർത്താനായിട്ട് നമുക്ക് വീണ്ടും വീണ്ടും ഒരു പ്രോത്സാഹനം ഉണ്ടാകുന്നത്. അപ്പൊ ഇത്തരം ഇവിടെ കാർഷികമായിട്ട് ആചരിക്കാനായിട്ട് ഇവിടെ മുഖ്യ പ്രഭാഷണം ലഭിച്ച ഇവിടുത്തെ ഈ പഞ്ചായത്തിലെ എല്ലാവരും എന്റെ നന്ദി ഞാൻ അറിയിക്കുന്നു.
അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഓണാശംസകൾ നേരുകയാണ്. അതോടൊപ്പം ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു. അടുത്തതായിട്ട് മുഖ്യപ്രഭാഷണത്തിന് വേണ്ടി നമ്മുടെ ഏറ്റവും ബഹുമാനിയായ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജെയ്സൺ ജബ്ബാർ അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. അത്രയും ബഹുമാനപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷ, ഏറെ ബഹുമാനിയായ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി ദീപ ബിജു, ഏറെ ബഹുമാനായ യോഗത്തിന്റെ ഉദ്ഘാടകൻ ആദരണീയനായ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ രജി തോമസ് അവർ, ഇവിടെ എത്തിച്ചേരാൻ അറിയിച്ചിരുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജൂബിൾ ജോർജ് അവർ, മുഖ്യ അതിഥിയായി നമ്മെ അഭിസംബോധന ചെയ്ത ശ്രീ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹിന്ദു AK, അതുപോലെ തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഏറെ പ്രിയങ്കരായിട്ടുള്ള സഹമെമ്പർമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ഏറെ ബഹുമാനായ ജ്യേഷ്ഠ സഹോദരന്മാരെ, സഹോദരിമാരെ, പഞ്ചായത്ത് സ്റ്റാഫ് അംഗങ്ങളെ, ഏറെ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, ചിങ്ങമൊന്ന് നമ്മുടെ എല്ലാം പുതുവത്സരമായി നമ്മൾ ആഘോഷിക്കുമ്പോൾ അതിനെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുകയാണ്. കർഷക ദിനമായി നമ്മുടെ ജില്ലയിൽ കളമശ്ശേരിയിൽ വെച്ച് സംസ്ഥാന തലത്തിലെ ഉദ്ഘാടനം നടത്തിയത് കൊണ്ടാണ് നമ്മുടെ പഞ്ചായത്തുകളടക്കം ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളും ഉച്ച കഴിഞ്ഞ് കർഷക ദിനാചരണവും അതുപോലെ തന്നെ പ്രത്യേകിച്ച് കർഷകരെ ആദരിക്കുന്ന ചടങ്ങും ഉച്ച കഴിഞ്ഞത്തേക്ക് ആക്കിയത്. ഇവിടെ നമ്മുടെ പ്രസംഗം സൂചിപ്പിച്ചതുപോലെ, മുൻപ് പ്രസംഗിച്ച എല്ലാവരും സൂചിപ്പിച്ചതുപോലെ, ഏറെ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിടുന്ന ഒരു മേഖലയാണ് കാർഷിക മേഖല. ഇന്നും ആ കാർഷിക മേഖലയിൽ നിലനിന്നുകൊണ്ട് തന്നാൽ കഴിയുന്ന വിധം കാർഷിക വൃത്തി ചെയ്യുന്ന മുഴുവൻ ആളുകളും ഇതിൽ നിന്ന് ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല അത് ചെയ്യുന്നത്. ഒന്ന്, അതിനോടുള്ള പാഷൻ, അവർക്കുള്ള താല്പര്യവും, അല്ലെങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ കാലങ്ങളായി ചെയ്തു പോരുന്നത് നിർത്തുന്നതിനുള്ള മടിയും കൊണ്ടാണ് അവരെല്ലാം ഈ കാർഷിക വൃത്തിയുമായി മുന്നോട്ട് പോകുന്നത്. അതിൽ നിന്നും അവർക്ക് ലാഭങ്ങളൊക്കെ ഈ കാലഘട്ടത്തിന്റെ പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് കിട്ടുന്നതായിട്ട് നമുക്ക് അറിയില്ല. ഇന്ന് എല്ലാവരും പറയും മണ്ണിനോടും മഴയോടും മഞ്ഞിനോടും വെയിലിനോടും ഒക്കെ പോരാടിക്കൊണ്ടാണ് കർഷകരെ പൊന്ന് വിളയിക്കുന്നത്. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഈ കാലാവസ്ഥകൾ മാത്രമല്ല, ഒട്ടനവധി മറ്റു ബുദ്ധിമുട്ടുകളെ കുറിക്കും പണ്ട് കാലത്തേക്കാളും മഴയിലൊക്കെ വളരെയധികം വ്യത്യാസങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാർഷിക മേഖലയിൽ ഗവൺമെന്റ് നടത്തിയ പഠനത്തിലൊക്കെ ഇപ്പോൾ മഴയിൽ വന്ന മാറ്റം, അതിതീവ്രമായ മഴ, ഉരുൾപൊട്ടലുകൾ, അതുപോലെ തന്നെ മറ്റ് കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ നമ്മുടെ കാർഷിക മേഖലയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന കാഴ്ച. അതുപോലെ തന്നെ കീടനാശിനികളുടെയൊക്കെ ഒട്ടനവധി മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ട് അതിന്റെ ആക്രമണം നമ്മുടെ കാർഷിക മേഖലയെ ഒത്തിരി ബുദ്ധിമുട്ടിലേക്ക് നയിക്കുന്നു. കർഷകരെല്ലാം ഈ പ്രതിസന്ധിയിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മുടെ നാട്ടിലൊക്കെ നെൽപ്പാടങ്ങളെല്ലാം ഇന്ന് തരിശായി കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോ ഒട്ടനവധി പഠനങ്ങൾ നടക്കുകയാണ്. ഇപ്പൊ സാങ്കേതിക വിദ്യയെല്ലാം വളരെയധികം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കാർഷിക വൃത്തി എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള തരത്തിൽ പഠനങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ സാങ്കേതിക വിദ്യകൾ വളരുന്ന ഈ കാലഘട്ടത്തിൽ AI സാങ്കേതിക വിദ്യകൾ അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാർഷിക വൃത്തി കൂടുതൽ മികച്ചതാക്കുന്ന തരത്തിലേക്ക് മാറേണ്ടതിന് അനിവാര്യതയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. അത്തരത്തിൽ ഇത്തരത്തിലൊരു പോരാളികളെ ആദരിക്കുന്നതിന് വേണ്ടി കാർഷിക ദിനം സംഘടിപ്പിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ അതിന് വളരെയധികം പ്രസക്തി കൂടുതലാണ്. ഞാൻ പറഞ്ഞതുപോലെ പൊന്നു വിളയിക്കാൻ സാധിക്കാതെ ലാഭമൊന്നുമില്ലാതെ തന്റെ താല്പര്യം കൊണ്ടും ഇഷ്ടകൊണ്ടും മാത്രം കാർഷിക വൃത്തി നടത്തുന്ന ആളുകൾ, അവരില്ലെങ്കിൽ നമുക്ക് ഒന്നും തന്നെ നമ്മുടെ ഭക്ഷണ സാധനങ്ങളിൽ മറ്റ് ഒന്നും തന്നെ നമുക്ക് ലഭ്യമാകാത്ത അവസ്ഥ. ഇതിപ്പോ നമുക്ക് അറിയാം, നമ്മൾ അലങ്കരി ചെയ്യുന്ന പൂവുകൾ, അത് പൂ കൃഷി ചെയ്യുന്ന ആളുടെ പ്രയത്നത്തിന്റെ ഫലമാണ്. പക്ഷെ അവൻ കൃഷി ചെയ്യുന്ന സമയത്ത് അവർ വളത്തിന്റെ വില മറ്റൊരാൾ നിശ്ചയിക്കുന്നു. അതുപോലെ തന്നെ അവൻ അത് വിളവെടുത്ത് കഴിഞ്ഞ് മാർക്കറ്റിൽ കൊണ്ടുവരുമ്പോൾ അത് മറ്റൊരാളാണ് നിശ്ചയിക്കുന്നത്. അവൻ പണിയെടുത്തുണ്ടാക്കിയ വിളകൾക്ക് പോലും വില നിശ്ചയിക്കാൻ സാധിക്കാത്ത തരത്തിൽ കർഷകർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവിടെ നമ്മൾ വിളക്കിൽ എണ്ണ ഒഴിച്ചു, അതിന്റെ പുറകിൽ കർഷകന്റെ അധ്വാനമുണ്ട്, കർഷകന്റെ അധ്വാനമുണ്ട്. അത്തരത്തിൽ എല്ലാ മേഖലകളിലും കർഷകന്റെ
അധ്വാനത്തെയാണ് നമ്മളെല്ലാം ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ നമ്മുടെ നാടിന്റെ, നമ്മുടെ സമൂഹത്തിന്റെ ഒക്കെ നിലനിൽപ്പാണ് കർഷകന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. കർഷകന്റെ നിലനിൽപ്പുണ്ട്, കർഷകന് ലാഭമുണ്ടെങ്കിൽ നാട്ടിൽ അഭിവൃദ്ധി ഉണ്ടാവും. അഭിവൃദ്ധി ഉണ്ടെങ്കിൽ ഭക്ഷ്യസുരക്ഷയ്ക്ക് യാതൊരു തടസ്സങ്ങളും ഉണ്ടാവില്ല. ഭക്ഷ്യസുരക്ഷ ഉണ്ട് എന്നുണ്ടെങ്കിൽ നാട് സുരക്ഷിതമായി എന്ന് തന്നെയാണ് അർത്ഥം. ഒട്ടനവധി കുരുന്നുകൾ അല്ലെങ്കിൽ ഒട്ടനവധി കുടുംബങ്ങൾക്ക് ഭക്ഷണം പോലും കഴിക്കാൻ ഇല്ലാത്ത സാഹചര്യങ്ങൾ നമ്മുടെ കാർഷിക വൃത്തിയൊന്നും എനിക്ക് നടക്കുന്നില്ല. ഉണ്ടെങ്കിൽ പോലും മറ്റു സ്ഥലങ്ങളിൽ നമുക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ അത്തരത്തിൽ ആ മേഖല നമ്മുടെ നാടിനെ മൊത്തത്തിൽ അഭിവൃദ്ധിയിലേക്ക് ഉയർത്താൻ സാധിക്കുന്നത് നമ്മുടെ കർഷകർക്കാണ്. അവർക്കാണ് പ്രഥമ പരിഗണന നൽകേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ കഴിയുന്ന തരത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഈ കാണുന്ന തരത്തിൽ കർഷക ദിനം നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. അത് ചെറിയ ചടങ്ങായോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് വിലയിരുത്തേണ്ടവർ നിങ്ങളാണ്. ഇവിടെ നമ്മൾ സജ്ജമാക്കിയിരിക്കുന്ന അവാർഡുകളും ഒക്കെ നിങ്ങളാണ് വിലയിരുത്തേണ്ടത്. നമ്മളാൽ കഴിയുന്ന തരത്തിൽ നമ്മുടെ ഹൃദയത്തിന്റെ അങ്ങേ തലത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ അതിന് വേണ്ട അവരെ സ്വീകരിക്കുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ അവാർഡ് എന്ന് പറയുന്നത് അവർക്കൊരു സാമ്പത്തിക ലാഭമോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഉപകാരപ്പെടുത്തുന്നതിനേക്കാൾ ഉപരി അവരെ നമ്മൾ ആദരിക്കുമ്പോൾ ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചെറുപ്പക്കാരായാലും നമ്മൾ ഈ കാർഷിക മേഖലയിലേക്ക് കടന്നു വരുന്നില്ല. എന്തുകൊണ്ട് കടന്നു വരുന്നില്ല? കർഷകനായിരിക്കുന്ന അവരുടെ പിതാവ് അല്ലെങ്കിൽ മാതാവ് അവരുടെ കുടുംബക്കാരായാലും കാർഷിക വൃത്തിയിൽ നിന്ന് കുടുംബത്തിലേക്ക് 10 പൈസ കൊണ്ടുവരുന്നില്ല. അവർ മറ്റേതെങ്കിലും രീതിയിൽ സഹായം ചെയ്യുന്ന തുക കാർഷിക വൃത്തിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പണം നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കുടുംബം തകരുന്ന അവസ്ഥയിൽ ആരെങ്കിലും അത്തരത്തിലുള്ള മേഖലയിലേക്ക് കടന്നു വരുമെന്ന് നമുക്ക് തോന്നുന്നു. അപ്പൊ അത്തരത്തിൽ പുതിയ തലമുറ ഇതിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് പുതിയ സാങ്കേതിക വിദ്യയെ ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കാരിനെയും മറ്റിതര ഭരണ സംവിധാനങ്ങളെയും സബ്സിഡികളും മറ്റും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയ തലമുറയെ കൂടി നമ്മൾ ഈ കാർഷിക വൃത്തിയിലേക്ക് കൊണ്ടുവരേണ്ടതിന്റെ അനിവാര്യതയില്ല എന്ന് തന്നെയായാലും ഇനിയുള്ള കാലങ്ങളിൽ നമുക്ക് അത്തരത്തിലുള്ള പ്രത്യാശയുമായി മുന്നോട്ട് പോകാം. ഇവിടെ ആദരിക്കപ്പെടുന്ന മുഴുവൻ കർഷകർക്കും 1000 അഭിവാദ്യങ്ങൾ നേരുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സുമനസ്സുകൾക്കും 1000 അഭിവാദ്യങ്ങൾ നേരുകയാണ്. നമ്മുടെ കർഷകർക്ക് നൽകുന്ന ആദരവ്, നിങ്ങളിവിടെ എത്തിച്ചേർന്ന നിങ്ങളുടെ സാന്നിധ്യം ഒക്കെ മറ്റുള്ള ആളുകൾക്ക് കൂടി പ്രചോദനമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും 1000 ആശംസകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം ചെയ്യുന്നു. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സുബിമോൾ അവരെ ക്ഷണിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ വൈസ് പ്രസിഡന്റ്, ചടങ്ങ് ഉദ്ഘാടനം ചെയ്തവരുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് മെമ്പർമാരായ ഹിന്ദു ജോയിസേട്ടൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാര്, സബ് മെമ്പർമാര്, സീരിയസ് ചെയർപേഴ്സൺ, മറ്റ് വന്നിരിക്കുന്ന പ്രിയമുള്ളവരെ, കർഷക തൊഴിലാളികൾ, കർഷകർ, എല്ലാവർക്കും നമസ്കാരം. എന്തായാലും വളരെ അധികം സന്തോഷമുണ്ട് എത്രയും പേര് ഈ വേദി കണ്ടതില്. നമുക്ക് ഒത്തിരി അപേക്ഷകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 12 മികച്ച കർഷകരെയാണ് നമുക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തായാലും എല്ലാവരും ഇതിന് വീട്ടിൽ പോയി നോക്കി പരിശോധിച്ചതിന് ശേഷം എല്ലാവരും ഇതിലും മെച്ചമായിട്ട് കൃഷി ചെയ്തിരിക്കുന്നവരാണ്. എന്നാലും എല്ലാവർക്കും അവാർഡ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ എന്തായാലും നോക്കി ഏറ്റവും മികച്ച 12 കർഷകരെയാണ് ഇവിടെ ആദരിക്കുന്നത്. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ചിങ്ങ വന്ന കർഷകരെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി വടവോട് ബ്ലോക്ക് മെമ്പർ ശ്രീ ജോയ്സ് അവരെ ക്ഷണിച്ചു. യോഗത്തിന്റെ അധ്യക്ഷ വൈസ് പ്രസിഡന്റ് ദീപ, യോഗത്തിന്റെ ഉദ്ഘാടകൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി തോമസ്, പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെ, ബ്ലോക്കിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, ഐവി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹിന്ദു, ഇന്ന് ആദരം ഏറ്റുവാങ്ങുന്ന 12 പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, ഞാൻ അടുത്തോട് ചോദിക്കുകയായിരുന്നു, 12 പേരെ തെരഞ്ഞെടുത്തത് എത്ര വീട്ടിൽ വന്നു എന്ന് ചോദിച്ചപ്പോൾ ഏകദേശം 60 വീട്ടുകൾ ഉണ്ടായിരുന്നതാണ്. 60 പേര് ഇല്ല, 12 പേരെ തെരഞ്ഞെടുക്കാൻ വേണ്ടി 60ഓളം വീട്ടുകൾ കിട്ടി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും സന്തോഷപ്രദമായ കാര്യങ്ങൾ. 60 പേരിൽ നിന്നാണ് 12 പേരെ
ഇങ്ങനെ വിഷയന് ആവശ്യപ്പെട്ടു. ഇന്ന് നമ്മുടെ വിവാഹ വാർഷികമാണ്, ഒന്ന് നമുക്കൊന്ന് അവധിക്ക് പോകണം. പോകുമ്പോഴൊക്കെ നിങ്ങളുടെ സന്തോഷമായി വരുന്നു. അവർ രണ്ടുപേരും കാലത്ത് യാത്ര തുടർന്നു, ഒത്തിരി ദൂരം യാത്ര ചെയ്തു. അപ്പോ ഒബാമ മനസ്സിലാകുന്നത് എന്റെ ഭാര്യ ഇന്ന് എന്തൊക്കെയോ ഒരു സർപ്രൈസ് എനിക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് തീരുമാനിച്ചത്. കുറെ ദൂരം യാത്ര ചെയ്തു. ഒരു ചെറിയ കടയുടെ ഷോപ്പിന്റെ മുമ്പില് ഭക്ഷണശാലയുടെ മുമ്പിൽ വണ്ടി നിർത്തി. അവർ രണ്ടുപേരും ഇറങ്ങി ഭക്ഷണം കഴിക്കുമ്പോൾ സാധാരണ കടയാണ്. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. പുറത്തേക്ക് ഇറങ്ങിയപ്പോ മിഷേല് ആ കടക്കാരനുമായിട്ട് സംസാരിച്ചു. അതിന് തിരിച്ചൊരു കാര്യം കയറി തിരിച്ചു പോയപ്പോൾ ഒബാമ അവരോട് ചോദിച്ചു, എന്താണ് മിഷേലെ ഈ കടയിൽ ഇത്ര പ്രാധാന്യം? നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഇത്ര മനോഹരമാക്കാനുള്ള ദിവസത്തിൽ ഞാനൊരു സർപ്രൈസ് അവിടെ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോ അവര് പറഞ്ഞു, മറ്റൊന്നുമല്ല, ഞാൻ ആ കടക്കാരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, കണ്ടിരുന്നു. അത് എനിക്ക് പണ്ട് വിവാഹം ആലോചിച്ച ഒരു മനുഷ്യനായിരുന്നു. പറഞ്ഞു, നിങ്ങൾ എന്താ വിഷമിക്കേണ്ട, പക്ഷേ നിങ്ങൾ ഭാഗ്യവതിയാണല്ലോ. കാരണം നീ ഇപ്പോ അമേരിക്ക പ്രസിഡന്റിന്റെ ഭാര്യയായില്ലേ എന്ന് പറഞ്ഞു. അപ്പോ വിഷയം പറഞ്ഞത്, നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചുകൊണ്ടാണ് നിങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ആയത്. മറിച്ച് ഞാൻ ആ ചായക്കാരനാണ് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അയാള് അമേരിക്കൻ പ്രസിഡന്റ് ആകുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് അനുസരിച്ചുള്ള ഇരിപ്പുണ്ട്. അനുസരിച്ച് ഒരു അവാർഡ് കിട്ടുന്ന ഞാൻ അറിഞ്ഞു. ഞാൻ വിചാരിച്ചു KK ജോസേട്ടനായിട്ട് അവാർഡ് കിട്ടണമെന്ന്. പക്ഷെ ഇപ്പോ KK ജോസേട്ടന്റെ ഭാര്യയല്ല, എന്റെ ഭാര്യ എന്റെ ഭർത്താവായതുകൊണ്ടാണ് നിങ്ങൾക്കൂടെ വന്നിരിക്കാൻ പറ്റിയുള്ള അവസരം കിട്ടി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ, നമ്മൾ എന്താണോ, അതാണ് കർഷകൻ. അധികപ്പെടുന്ന മർക്കസിനെ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ അപ്പോൾ സാക്ഷരത സംഘടനയ്ക്ക് അനുഭവമാണ്. എഞ്ചിനീയറായിട്ട് റിട്ടയർഡ് ആയ ശേഷം ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത മാനസികാവസ്ഥയിലേക്ക് എത്താൻ കഴിയുന്നു എന്നുള്ളത് നമ്മുടെ ഈ എന്താ പറയാ ഈ കാർഷിക മേഖലയിലുള്ള പൊതുജനങ്ങളുടെ മനോഭാവമായി അങ്ങനെ നമുക്ക് മാറ്റിക്കൊണ്ട് വലിയ തരത്തിലേക്ക് മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് മുന്നേറാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരുടെ സ്നേഹത്തോടെ ഇനി നമുക്ക് വലിയ പ്രോഗ്രാംസ് നടത്താൻ. അപ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, അതായത് ആത്മാർത്ഥമായി ശ്രമിച്ചുകൊണ്ട് അതിനോട് ഭയങ്കരമായി ഇന്റർവ്യൂസ് കാണിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത്. അത് തന്നെയാണ് കർഷകരുടെ ഏറ്റവും വലിയ ഗുണം. കർഷകർ സമരം ചെയ്തത് അവർക്ക് കൂടുതൽ ആനുകൂല്യം കിട്ടാൻ വേണ്ടിയല്ല, നിലവിലുള്ള തക്കാളിക്ക് ഇവിടെ 15 രൂപ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് 2 രൂപ തരണമെന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അവരുടെ ഉൽപ്പന്നങ്ങൾ കൂടുതൽ അവർ ആ റോഡിലേക്ക് വലിച്ചെടുത്ത് സമരം ചെയ്ത് ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കർഷകരാണ് നമ്മുടെ സമൂഹത്തിന്റെ അടിസ്ഥാന വർഗം ബോധ്യത്തോടെ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ കാർഷിക ദിനത്തിന്റെ നല്ല ഭാവമാണ്. താങ്ക് യു. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി പുലിച്ചൻ നമ്മളെ സ്നേഹത്തോടെ ക്ഷണിച്ചു. നമ്മുടെ സമ്മേളനത്തിന്റെ അധ്യക്ഷ ശ്രീമതി ദീപ, ഉദ്ഘാടനം ചെയ്ത ആരാധനായ നമ്മുടെ പ്രസിഡന്റ് ശ്രീമതി തോമസ് അവർ, പ്രഭാഷണം നടത്തിയ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാമബ്രഹ്മ, ഇവിടെ ആദരിക്കപ്പെടുന്ന കർഷക പ്രതിനിധികൾ, പ്രിയമുള്ളവരെ, സ്നേഹിതരെ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ, ഉദ്യോഗസ്ഥരെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്നാ പറഞ്ഞത്, കർഷകർ നമ്മുടെ നാടിന്റെ നട്ടലാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടെ നമ്മുടെ രാജ്യത്തിന്റെ ഒരനുഭവം എടുത്താൽ വലിയ സമരങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ടെങ്കിലും കൃഷിക്കാർ നടത്തിയ ഒരു വലിയ പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിന് മുന്നിൽ ഗവൺമെന്റിന് തലകുനിക്കേണ്ടി വന്നു എന്നുള്ളത് അനുഭവമാണ്. എന്ന് പറഞ്ഞാൽ കർഷകർ തീരുമാനിച്ചാൽ നാട് സ്തംഭിക്കും, കർഷകർ തീരുമാനിച്ചാൽ ഒന്നും നടക്കില്ല എന്നുള്ള സാഹചര്യം എത്തിക്കാൻ. പക്ഷേ ഇത് കർഷകരുടെ അവസ്ഥ എങ്ങനെയാണ്? ഇന്ന്
വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് 0% ടാക്സിലെല്ലാം കൊണ്ടുവരുമ്പോൾ ഇവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാതെ വരുന്നതിനെ തുടർന്ന് കൃഷിക്കാർ ആത്മഹത്യ, അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ എല്ലാ മേഖലയും ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പുതിയ കൃഷിക്കാരാണ് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഉള്ള കൃഷിക്കാർ ഇങ്ങനെ നിലനിന്ന് പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, കൃഷി ലാഭകരമല്ല. അതുകൊണ്ട് തന്നെ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണം എന്ന നമുക്ക് ചെലവാക്കുന്ന ഉപയോഗങ്ങൾ 1.5 ഇരട്ടി കൃഷിക്കാരന് കൊടുക്കണം. ഒരു പ്രധാനപ്പെട്ട ഡിമാൻഡാണ് ഇപ്പോഴും നടപ്പിലാക്കുന്നത്. ഞാൻ നേരിട്ട് പോകുന്നില്ല. ഈ കാലാവസ്ഥ ഇതിനകത്തുള്ള ചൂട് ഒക്കെ കൊണ്ട് കുറഞ്ഞമായി നമ്മളാണ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരിട്ട് പോകുന്നത് തീർച്ചയായും എന്തുകൊണ്ടും ആദ്യ സമൂഹത്തിന് ആദരിക്കപ്പെടാൻ ആളുകളാണ് കൃഷിക്കാർ. അവരാണ് നമ്മൾ നാട്ടിൽ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ തുടർച്ചയായി ചെയ്തു വരുന്നു. ആ നിലയ്ക്ക് കൃഷിക്കാരോടുള്ള ആദരവ് നമ്മുടെ പഞ്ചായത്ത് രേഖപ്പെടുന്നു. ആ നിലയ്ക്ക് ആദരവേറ്റുവാങ്ങുന്ന മുഴുവൻ കർഷകരോടും എല്ലാ വിധത്തിലുള്ള ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ഓണാശംസകൾ. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ദിവ്യ മുന്നേറെ ക്ഷണിച്ചുകൊള്ളു. വേദിയിൽ സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, കർഷക സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളുടെ ഉദ്യോഗസ്ഥരെ, ജ്യേഷ്ഠ സഹോദരി സഹോദരന്മാരെ, കുടുംബശ്രീ പ്രവർത്തകരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം. ഇന്ന് ചിങ്ങമൊന്ന് കർഷക ദിനം. തീർച്ചയായും ഓരോ കർഷകന്റെയും വിയർപ്പിന്റെ തുള്ളിയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ നായകൻ എന്ന് പറയുന്നത് കർഷകർ തന്നെയല്ലേ? കൊടുക്കാം അവർക്ക് നല്ലൊരു കൈയടി. എന്റെ നാട്ടില് എനിക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു ചേട്ടനുണ്ട്, ബേബി ചേട്ടൻ. ശരിക്കും അദ്ദേഹത്തിന് അറിയപ്പെടുന്ന പച്ചക്കറി ബേബി ചേട്ടനാണ്. 15 വയസ്സ് മുതൽ അദ്ദേഹം കൃഷി ചെയ്യുന്നു. മറ്റുള്ളവരെ നമുക്കത് കണ്ടാൽ ശരിക്കും അഭിമാനം. ചേട്ടൻ്റെ ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. അത് മാത്രമല്ല, നമുക്കറിയാം ജവാൻ കിസാൻ അല്ലേ? നാടിനു വേണ്ടി ജീവൻ പോലും ത്യാഗം ചെയ്യാൻ തയ്യാറായിട്ടുള്ള ജവാൻ. അതുപോലെ തന്നെയാണ് നാടിന് എത്ര പ്രിയപ്പെട്ടവരാണ് കിസാൻ അല്ലേ? നമുക്കറിയാം ജയ് ജവാൻ ജയ് കിസാൻ. തീർച്ചയായിട്ടും ഇന്ന് അവാർഡ് വാങ്ങിക്കാൻ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ട എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. മാത്രമല്ല, ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ എൻ്റെ വാർഡിലെ 3 പേര് അവാർഡ് അർഹമായിട്ട് ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നുകൂടെ എല്ലാവർക്കും കർഷക ദിനാശംസകളും തിരുവോണ ദിനാശംസകളും. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഓൾസൺ പോൾ പാലക്കാടിനെ ക്ഷണിച്ചുകൊള്ളു. ബഹുമാനായ യോഗ അധ്യക്ഷ, ബഹുമാനായ പഞ്ചായത്ത് പ്രസിഡന്റ്, വേദിയിലും സദസ്സിലുള്ള വിശിഷ്ട വ്യക്തികൾ, നമുക്കറിയാം ചിങ്ങമൊന്ന് കർഷക ദിനമാണ്. അതൊരു പുതുവത്സര ദിനമായി തന്നെ ആഘോഷിച്ചു വരികയാണ്. എന്നാൽ കർഷകന്റെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചാൽ, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടുന്നതോടുകൂടി തന്നെ ഒരു കർഷകന്റെ വില മൊത്തമായി ഒരു കൃഷി കൊണ്ട് തന്നെ അവന്റെ കുടുംബവും നടത്തിക്കൊണ്ട് വന്ന് സമൂഹത്തിൽ നന്നായി ജീവിച്ചു വന്നിരുന്ന ഒരു കാലഘട്ടം കാർഷിക വ്യക്തികൾക്കും കർഷക കുടുംബങ്ങൾക്കും ഉണ്ടായിരുന്നു. എന്നാൽ കാലങ്ങളിൽ പോയപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? നമുക്ക് ഒരു കർഷകന് അഭിമാനത്തോടുകൂടി പറയാനും എൻ്റെ കുടുംബം എൻ്റെ വ്യക്തിത്വങ്ങളെല്ലാം നടത്തിപ്പോരുന്നത് കൃഷി കൊണ്ടാണ് എന്ന് ഉറക്കെ പറയുവാനും ഉള്ള ആർജവം നമുക്ക് സ്വയം കർഷകനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും ഒരു കർഷകന്റെ ഭൂമിയുടെ വലിപ്പവും അവന്റെ വിളകളുടെ മേന്മയും കണ്ടുകൊണ്ട് ആ കർഷകനെ വിവാഹം നടത്തിക്കൊണ്ടിരുന്ന വരെ കാലഘട്ടങ്ങൾ നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം നശിച്ച് ഇന്ന് കർഷകന്റെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെയായിട്ടുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം വിശദമായ പഠനം നടത്തുകയും 2015-16 കാലഘട്ടങ്ങളിൽ കാർഷിക സെൻസസ് എല്ലാം
കർഷകർ വളരെയധികം ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നതറിയാം. നമുക്കറിയാം, നമ്മളിന്ന് പണം കൊടുത്ത് വാങ്ങുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ, പച്ചക്കറി എന്നിവയുള്ള വസ്തുക്കൾക്കെല്ലാം ആ ബാഹ്യമായി കൊടുക്കുന്ന പണത്തിൽ നിന്ന് 1 രൂപ പോലും കർഷകരുടെ കയ്യിലേക്ക് എത്തുന്നില്ല. ഇതെല്ലാം ഗവൺമെന്റുകാരും മറ്റു ആളുകളെല്ലാം ചേർന്ന് ചൂഷണം നടത്തി ആ കർഷകരെ മർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പുതിയ തലമുറ മാത്രമാണ് ആൾക്കാർക്ക് കൃഷിയിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യം നമുക്ക് ഇല്ലാതെ വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ചടങ്ങുകൾ ഇതിനെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന കർഷകരെ ഈ വിളിച്ച് അവർക്ക് ഈ വർഷത്തിൽ ഒരു ദിവസം ആചരിച്ച് ഇതിന്റെ പ്രാധാന്യം മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തുകയും ഇതിനുവേണ്ട ഒരു പിന്തുണയും കൂടി നൽകുന്നത് ആണ് ഈ ഇത്തരത്തിലുള്ള ചടങ്ങുകളും ആദരവുകളുമില്ല. ഇതിനെല്ലാം വേണ്ടിയ ഈ വടവൂർ പഞ്ചായത്തിന്റെ ഇതിന്റെ മേലുള്ള എല്ലാവർക്കും വേണ്ടി കർഷക കോൺഗ്രസ് സംഘടനയ്ക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി പാടശേഖര സമിതി സെക്രട്ടറി ശ്രീ അനിൽകുമാർ CS ക്ഷണിച്ചുകൊള്ളു. എത്രയും സ്നേഹം നിറഞ്ഞ പ്രിയ കർഷകരെ, യോഗത്തിൻ്റെ അധ്യക്ഷത പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ യോഗം ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിട്ടുള്ള അറിയിച്ചേക്കും, ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും എൻ്റെ പ്രത്യേകമായ നമസ്കാരം അറിയിക്കും. ഇന്ന് എല്ലാ വർഷത്തെയും പോലെ തന്നെ ചിങ്ങമെന്ന പുതുവത്സര ആശംസകൾ എല്ലാവർക്കും വരുന്നു. ഒപ്പം ഈ പുതുവത്സര ദിനത്തിൽ തന്നെ നമുക്ക് കർഷക ദിനമായി നമ്മൾ എല്ലാ വർഷവും ആചരിച്ചു വരികയാണ്. ഇപ്പോൾ ഒരു കർഷകന്റെ പ്രാധാന്യം എത്രമാത്രമുണ്ടെന്ന് എല്ലാവരും വിശദീകരിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഓരോരുത്തരും ഈ വരും തലമുറയെ കൂടി അത് നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു അവസരമാണ്. ഇനിയുള്ള കാലം നമുക്ക് എത്രയും ബഹുമാനപ്പെട്ട കർഷകൻ എന്ന് പറയുന്ന ഒരു അവസരമുണ്ട്. കർഷകർക്ക് എത്രയും ഏറെ ബഹുമാനം കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത്. ഇവിടെ പറഞ്ഞതുപോലെ കൃഷിയെല്ലാം മഞ്ഞം നിന്ന് വരുന്നുണ്ടെങ്കിൽ ഈ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ, വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോഴും വളരെ സജീവമായി നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന കർഷകരുണ്ട് എന്ന് ഈ അവസരത്തിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് വേറൊന്നുമല്ല, എല്ലാ വർഷവും കർഷകരെ ആദരിക്കുന്നതിനായി, കർഷകരെ തിരഞ്ഞെടുക്കുന്നതിന്, അവാർഡുകൾ കൊടുക്കുന്നതിനായുള്ള കമ്മിറ്റികളെല്ലാം ഞാൻ ഉണ്ടാവാറുണ്ട്. വിവിധ പ്രദേശങ്ങളിലെല്ലാം കൃഷി ചെയ്യുന്ന കർഷകരുടെ വീടുകളിൽ പോയി സന്ദർശനങ്ങളെല്ലാം നടത്താറുണ്ട്. ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ കൃഷി താല്പര്യം കൊണ്ടുവരുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ ഒരു ചേട്ടനെ പറ്റി പറഞ്ഞു, ഇവിടെ ജോലിയിൽ നിന്നും നല്ല രീതിയിൽ ജോലിയെല്ലാം കഴിഞ്ഞ് റിട്ടയർഡായി കുടുംബത്ത് അത്യാവശ്യ കാര്യങ്ങളെല്ലാം മാത്രം ചെയ്തു വരുന്ന ഈ സാഹചര്യത്തിൽ കൃഷി വലിയ ഒരു വിഷയമായി, വലിയ മുഖ്യ വിഷയമായി എടുത്തുകൊണ്ട് ഇപ്പോഴും കൃഷി ചെയ്തു വരുന്ന ഒട്ടേറെ ആളുകൾ നമ്മുടെ ഈ പ്രദേശത്തുണ്ട്, ജോലി എല്ലാം കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഈ പുതിയ തലമുറ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ച് അതെല്ലാം മാതൃകയാക്കിക്കൊണ്ട് പഠിപ്പിച്ചുകൊണ്ട് ഈ വരുന്ന തലമുറയെ കൂടി അതിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശ്രമം പഞ്ചായത്ത് കർഷകൻ മേൽനോട്ടം വെച്ചുകൊണ്ട് നടത്തണമെന്നാണ് എനിക്ക് ആദ്യമേ പറഞ്ഞു വയ്ക്കാറുള്ളത്. അതുപോലെ വിവിധ ഈ പ്രദേശങ്ങളിൽ പഞ്ചായത്തുകളിൽ കൃഷി ചെയ്യുന്ന കുടുംബങ്ങളിൽ ഇവിടെ എല്ലാം നമ്മളെല്ലാം പലപ്പോഴും കൃഷിയെല്ലാം കാണുന്നതിന് വിവിധ സ്ഥലങ്ങളെല്ലാം ഇവിടെ ടൂറുകളെല്ലാം കൃഷിഭവനിൽ വയ്ക്കാറുണ്ട്. ഇപ്പോൾ ഇത്തരത്തിലെ ടൂറുകളൊന്നും അങ്ങനെ കൃഷിസ്ഥലം സന്ദർശിക്കുന്നതിനായി ഉണ്ടാകാറില്ല. ഇപ്പം എനിക്ക് ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ്. ഇപ്പം നമ്മുടെ ഈ പ്രദേശത്ത്, ഈ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ 10 സെന്റിലും അല്ലെങ്കിൽ 40 ഞങ്ങളുടെ കുടുംബത്തിൽ കിടപ്പുണ്ട്. ഒരു കർഷകൻ ആകെ 40 സെന്റ് ഉണ്ട്. ആ 40 സെന്റിൽ ആ കർഷകൻ എന്താ ചെയ്യേണ്ടതെന്ന് പോലും ആ കർഷകരോട് അറിയില്ല. അതുപോലെ അവിടെ ഓരോ സാധനം വെച്ച് പിടിച്ചിരിക്കണം. അത് ജോലിയെല്ലാം കഴിഞ്ഞ് കിട്ടാനായിട്ടുള്ള കർഷകനാണ്. അവിടെ പല സാധനങ്ങൾ വച്ചുകൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ വളരെ ചുരുക്കം ഒരു സ്ഥലം കിട്ടിയപ്പോൾ ആ കർഷകൻ കാണിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥ, ഇത് കണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ ലേഖനങ്ങളിലുള്ള സ്ഥലങ്ങൾ, ഒട്ടേറെ സ്ഥലങ്ങളുടെ ഉള്ള ആളുകൾക്ക് അത്തരത്തിലുള്ള കൃഷി നമുക്ക് ചെയ്തു തീർക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ വളരെ കിട്ടിയിരിക്കുന്ന വളരെ ചെറിയൊരു സ്ഥലത്ത് ഇത്രയേറെ ജാതി തെങ്ങ് മുടങ്ങിയവർ വെച്ച് തിങ്ങി നിറഞ്ഞ് കുറേയെല്ലാം ചോലയായി പോകുന്ന ചില അവസ്ഥയിലേക്ക് എല്ലാം പോകുന്ന കൃഷിസ്ഥലം ഞങ്ങളുടെ മുന്നിൽ ഒട്ടേറെ സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇനിയുള്ള ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും കാണുന്നത് പഠിക്കുന്നതിനായി ഈ ഒരു പഞ്ചായത്ത് നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ വിവിധ പ്രദേശങ്ങളിൽ, നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പഞ്ചായത്തിന്റെ എല്ലാവർക്കും കാണുന്ന ഒരു അവസരം കൂടിയാണ്
ഒരു വണ്ടിയെല്ലാം ഏർപ്പെടുത്തിയാൽ ഒരു ചെറിയൊരു പരിപാടിയിൽ രാവിലെ പോയാൽ വൈകിട്ട് വരുന്ന രീതിയിൽ നമ്മുടെ ഈ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വലിയ നല്ല രീതിയിൽ ഇപ്പം ഇവിടെ ഫാമെല്ലാം നടത്തുന്ന ഒരു കർഷകരുടെ മുന്നിലുണ്ട്. അവിടെയുള്ള ഫാമുകൾ സന്ദർശിക്കുന്നതിന് അതുപോലെ തന്നെ കൃഷിസ്ഥലം വളരെ മനോഹരമാക്കി ഒരു പുല്ല് പോലും ഇല്ലാതെ ഇട്ടിരിക്കുന്ന പല പ്രദേശങ്ങളും നമ്മുടെ ഈ പഞ്ചായത്തിന്റെ വിവിധ നിലയുണ്ട്. അതെല്ലാം ഒന്ന് സന്ദർശിക്കുന്നതിന് വേണ്ട ഒരു സാഹചര്യം പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നാണ് എനിക്ക് ആദ്യമായി നിർമ്മിക്കണം. പിന്നെ നമുക്കറിയാം പല ഇപ്പോഴും കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വിത്ത് വളമെല്ലാം അതാത് സമയങ്ങളിൽ അതാത് കൃത്യമായി ഇതിനെല്ലാം വളം കൊടുക്കേണ്ടത് 3 മാസം കാലയളവാണ് കൃഷിക്ക് വളത്തിന് ഉള്ള കാലയളവ് കിട്ടുന്നത് കൃഷി ചെയ്യുന്നത്. അപ്പൊ സമയബന്ധിതമായി ഈ വളം കൊടുക്കുന്നതിന് ഒരു ക്രമീകരണം കൂടി നടത്തി തീർക്കണം. ഒപ്പം എനിക്ക് അവസാനമായി പറഞ്ഞു വെക്കേണ്ടത് ഒരു കാർഷിക വിപണി ഇവിടെ നമുക്ക് ഇവിടെ നമ്മുടെ നേരത്തെ ഈ പഞ്ചായത്തിന്റെ കീഴിലുണ്ടായിരുന്നു. നമ്മുടെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു കാർഷിക വിപണി ഇവിടെ പറഞ്ഞ പോലെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് കൃത്യമായി വില ലഭിക്കുന്നുണ്ട് ഒരു പോരായ്മ നമുക്കുണ്ട്. അപ്പൊ ഈ നമ്മുടെ ഈ പഞ്ചായത്തിന്റെ ഈ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഒരു കാർഷിക വിപണി ഇവിടെ വളരെ സജീവമായി പ്രവർത്തിക്കുന്നു. പലവിധ കാരണങ്ങൾ പ്രവർത്തിക്കുന്ന ഒട്ടേറെ പേരുണ്ട്. യുവചേട്ട പോലെ ജോസഫ് പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ചുപേരും കൂടി കഴിഞ്ഞ പഞ്ചായത്തിന്റെ സഹകരണത്തോടു കൂടി കാർഷിക വിപണി ഇവിടെ വളരെ സജീവമായി നടത്തിക്കൊടുക്കുന്നതാണ്. കൊറോണയും ശേഷം അതിനുശേഷം ഉണ്ടായ ചില എന്തെങ്കിലും പോരായ്മകളെല്ലാം സംഭവിച്ചതിന്റെ ഭാഗമായി കാർഷിക വിപണി നിന്നുപോയി. പിന്നെയും ആരോഗ്യത്തോട് ഏറ്റെടുത്ത് നടത്താൻ നോക്കിയിരുന്നു. പക്ഷെ അത് നിലച്ചുപോയി. എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും വരെ അവിടെ ലേലവിളി ഉണ്ടായിരുന്നു. വളരെ രസകരമായിരുന്നു. ഞങ്ങളെല്ലാം 1 രൂപ പോലും ഈടാക്കാതെ 1.5 കൊല്ലം എന്താ പറയുക 1.5 കൊല്ലത്തോളം ഞങ്ങൾ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഞങ്ങളുടെ കാർഷിക വിപണിയിൽ ഉച്ചവരെ സമയം ചെലവഴിച്ച് വളരെ മനോഹരമായ വിപണിയായിരുന്നു. പങ്കെടുത്തിട്ടുള്ളതറിയാം. എന്ത് സാധനം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ അവിടെ ചെലവാകുന്ന സ്ഥിതിയാണ്. ഒരു കന്തായപോലെ വരെ കൊണ്ടുവച്ചാൽ തന്നെ ലേലം പിടിച്ച് പോകുന്ന സ്ഥിതിയുണ്ട്. അത്തരത്തിലുള്ള വിപണി നമുക്ക് നമ്മുടെ മുന്നിൽ തുറന്നു വച്ചിരിക്കുകയാണ്. ആ വിപണിയിൽ സജീവമാകുന്ന പ്രവർത്തനം കൃഷിയുടെ ഭാഗത്തു നിന്നും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും വരും കാലങ്ങളിൽ ഉണ്ടാകണമെന്ന് മാത്രമാണ് ചുരുക്കി പറഞ്ഞുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യത്തോടും വർഷസ്ഥാനിക്ക് വേണ്ടി ആശംസ അറിയിച്ചുകൊണ്ട് നന്ദി നമസ്കാരം. ചേട്ടാ, നമ്മുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമ്മുടെ വിവിധ മേഖലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച കർഷകരെ ആദരിക്കുന്ന ചടങ്ങാണ്. ആദരിക്കുന്നതിന് വേണ്ടി ഏറ്റവും ബഹുമാനനായ നമ്മുടെ വടകോട് പുറത്തുകുറിച്ച് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ രജി തോമസ് അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് കുറെ അധികം അപേക്ഷകൾ ലഭിച്ചിരുന്നു. അതിൻ്റെ ഒപ്പം കുറെ സജഷനുകൾ ലഭിച്ചിരുന്നു. എല്ലാവരും മികച്ച കർഷകരായാലും അതിൽ നിന്നുള്ള സെലക്ഷൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളത് സെലക്ഷൻ കമ്മിറ്റിക്ക് നന്നായിട്ട് അറിയാം. എങ്കിൽ നമ്മൾ 12 മേഖലയിൽപ്പെടുന്ന കർഷകരെയാണ് ഇവിടെ ആദരിക്കാൻ പോകുന്നത്. നമ്മുടെ ആദരിക്കപ്പെടുന്ന മികച്ച കർഷകരെല്ലാവരും തന്നെ നേരത്തെ തന്നെ എത്തി ഇവിടെ ചേർന്നിട്ടുള്ളതാണ്. ഓരോരുത്തരെയും നമ്മൾ പേര് വിളിക്കുന്നതനുസരിച്ചിട്ട് കടന്നു പോയിക്കൊണ്ട് ആദരം സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ ആദരത്തിന് വേണ്ടി നമ്മൾ നൽകുന്നത് മൊമൻറ്റോ, മുണ്ട്, പിന്നെ സർട്ടിഫിക്കറ്റ്, ക്യാഷ് അവാർഡ് എന്നിവയാണ്. അപ്പോൾ നമ്മുടെ മികച്ച കർഷകരെല്ലാവരും ഓരോരുത്തരെ വിളിക്കുന്നതനുസരിച്ച് വേദിയിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യമായി നമ്മൾ ആദരിക്കുന്നത് മികച്ച മുതിർന്ന കർഷകനായ ശ്രീ AK പരമേശ്വരൻ നായർ കാരക്കാട്ടിലാണ്. 78 വയസ്സുള്ള ഇദ്ദേഹത്തിന് 2 ഏക്കറോളം സ്ഥലത്ത് ജാതി, തെങ്ങ്, കവുങ്ങ്, പച്ചക്കറികൾ, കപ്പ മുതലായ എല്ലാ സാധനങ്ങളും കൃഷി ചെയ്യുന്നുണ്ട്. നല്ല ആരോഗ്യത്തോടെ നടന്ന് കൃഷി ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ നല്ലൊരു കൈയ്യടി. ക്യാഷ് അവാർഡ് നൽകുന്നത്. അടുത്തത് നെൽ കർഷകയാണ്. ഈ വർഷം നെൽ കർഷകനല്ല, നെൽ കർഷകയാണ്. ശ്രീമതി അല്ലിമോൾ PM കണിയത്തിന് ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. ആള് നേരത്തെ ഒരു നേഴ്സായിരുന്നു. അതിനുശേഷമാണ് കൃഷിയിലേക്ക് എത്തിയിട്ടുള്ളത്. ആളുടെ ഭർത്താവ് ഞങ്ങൾ പറഞ്ഞത് സുന്ദരിയായ നേഴ്സിനെ കൃഷിപ്പണിയൊക്കെ ചെയ്യിച്ച് ആകെ കറുത്തുപോയി എന്നാണ് പറഞ്ഞത്. നല്ലൊരു കൈയ്യടി കൊടുക്കാം. 1.5 ഏക്കറുള്ള സ്ഥലത്ത് നെൽകൃഷി ചെയ്യുന്ന ആളാണ്. മൊമൻറ്റോ പൊന്നാടയ്ക്ക് പകരം നമ്മുടെ സാരിയാണ്. ക്യാഷ് അവാർഡ്, സർട്ടിഫിക്കറ്റ്. അടുത്തതായിട്ട് മികച്ച കേര കർഷകനാണ് ശ്രീ തങ്കപ്പൻ PI എത്തിത്തടത്തിൽ.
65 വയസ്സുള്ള ഇദ്ദേഹം ചെറുതും വലുതുമായിട്ട് 85ഓളം തെങ്ങുകൾ കൃഷി ചെയ്യുന്നുണ്ട്. തെങ്ങിനിടയിലെ കവുങ്ങുണ്ട്, മറ്റ് പച്ചക്കറികളുണ്ട്, എല്ലാ സാധനങ്ങളും കൃഷി ചെയ്ത് ചുറുചുറുക്കോടെ നടക്കുന്ന ഒരാളാണ്. നല്ലൊരു കഴിവുണ്ട് അദ്ദേഹത്തിന് ആദരിക്കണം അഭ്യർത്ഥിക്കും. അടുത്തത് മികച്ച ക്ഷീര കർഷകനാണ് ശ്രീ പീറ്റർ കെ ജോസഫ്, കടകത്ത് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഫീൽഡിലൂടെ നമ്മൾ ചെന്നാൽ അത്ഭുതപ്പെട്ട് പോകുന്നതാണ്. വലിയ പശുക്കളും ചെറിയ പശുക്കളും എല്ലാം ചേർന്ന് 42ഓളം പശുക്കൾ. പക്ഷേ ഒരു പശു പോലും അവിടെ ഉണ്ടെന്ന് നമുക്ക് തോന്നാത്ത അത്രയും ശാസ്ത്രീയമായ വൃത്തിയായി ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു ഫാമാണ്. അതിലേക്ക് എല്ലാവരും കളി ചെന്നതിനോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ മികച്ച ജൈവ കർഷകനെയാണ് ആദരിക്കുന്നത് ശ്രീ സുരേഷ് ആക്കാട്ട്. 68 സെന്റ് സ്ഥലത്ത് 60ഓളം റംബൂട്ടാൻ, അതിലധികം ജാതി, 250ഓളം കവുങ്ങ്, തെങ്ങ്, പച്ചക്കറികൾ, 4 കുത്തൻ സ്ഥലമില്ലാത്തത്തോളം കൃഷി ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. മുഴുവനും ജൈവമാർഗത്തിലാണ്. നല്ലൊരു കൈയ്യടി കൊടുക്കുക. അടുത്തതായിട്ട് മികച്ച SC/ST കർഷകരെയാണ് നമ്മൾ ആദരിക്കുന്നത് ശ്രീ മാധവൻ MM മേലെത്തുകുടിയൻ. ശ്രീ മാധവൻ MM മേലെത്തുകുടിയൻ മെമ്പർ അത് ആദരവ് ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മാധവൻ ചേട്ടൻ എത്തിച്ചേർന്നിട്ടില്ല. മാധവൻ ചേട്ടന് പകരമായിട്ട് മാധവൻ ചേട്ടൻ മെമ്പർ, സ്വന്തം മെമ്പർ സുഖമാണ്. അടുത്തതായിട്ട് മികച്ച പച്ചക്കറി കർഷകരെയാണ് ആദരിക്കുന്നത് ശ്രീ ബേബി PM. ബേബി ചേട്ടൻ അറിയാത്തത് ആരും തന്നെ കാണില്ല. ഏകദേശം 5 ഏക്കറോളം സ്ഥലത്ത് എല്ലാ തരം പച്ചക്കറികളും നമ്മുടെ ഓണച്ചന്തയ്ക്ക് 3/4 ഭാഗത്തോളം പച്ചക്കറി നമുക്ക് തരുന്നത് നമ്മുടെ ബേബി ചേട്ടനാണ്. ബേബി ചേട്ടൻ നല്ലൊരു കൈ കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ കൃഷിയിൽ ഏറ്റവും നൂതന കൃഷി രീതികൾ അവലംബിക്കുന്ന ഒരു കർഷകനെ നമ്മൾ ആദരിക്കാനായിട്ട് തീരുമാനിച്ചിരുന്നു. ഈ പ്രാവശ്യം നമുക്ക് ആദരിക്കുന്നത് ശ്രീ സാജു K വർഗീസ് തൊടിനാലിനെയാണ്. ഏറെ സ്നേഹത്തോടെ സാജി ചേട്ടനെ ക്ഷണിക്കുന്നു. സാജി ചേട്ടൻ കുരുമുളക് കൃഷിയാണ് ചെയ്തിട്ടുള്ളത്. വളരെ ശാസ്ത്രീയമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പ്രിസിഷൻ ഫാമിംഗ് രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം തുള്ളി നന കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നൂതനമായ രീതിയിൽ കൃഷി ചെയ്തിട്ടുള്ള സാജി ചേട്ടന് നല്ലൊരു കൈയടി. അടുത്തതായിട്ട് നമ്മൾ ആദരിക്കുന്നത് സമ്മിശ്ര കർഷകനെയാണ് ശ്രീ രൂപേഷ് KN കാവന. സമ്മിശ്ര കർഷക വിഭാഗത്തിൽ വലിയ കോമ്പറ്റീഷൻ തന്നെയായിരുന്നു നടന്നിരുന്നത്. അതിൽ ആരെ ആദരിക്കണമെന്നുള്ള കൺഫ്യൂഷൻ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ രൂപേഷിന്റെ ഫീൽഡ് വളരെ നല്ലതാണ്. നെൽകൃഷി ഒഴികെ ബാക്കിയെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. കൃഷിയോടൊപ്പം തന്നെ പശു വളർത്തലുണ്ട്, ബയോഗ്യാസ്, തേനീച്ച വളർത്തലുണ്ട്, മത്സ്യകൃഷിയുണ്ട്, കോഴിയുണ്ട്. അങ്ങനെ എല്ലാ തരം കൃഷി രീതികളും ചെയ്യുന്ന രൂപേഷിന് 45 വയസ്സിൽ താഴെയുള്ളൂ. അതുകൊണ്ടൊരു നല്ലൊരു കൈയ്യടി. അടുത്ത വിഭാഗം നമ്മുടെ വനിതാ കർഷകയാണ്. വനിതാ കർഷകയായിട്ട് ആദരിക്കുന്നത് ശ്രീമതി മറിയക്കുട്ടി ഔസേപ്പ് പൊക്കാമറ്റം. മറിയക്കുട്ടി ചേച്ചിക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കണം. 78 സെന്റ് കൃഷിയുണ്ട്. അതിനിടയിൽ 58 വയസ്സുള്ള ഇയാള് 70 സെന്റോളം നെൽകൃഷി ചെയ്യുന്നുണ്ട്. ജാതിയുണ്ട്, കവുങ്ങ്, തെങ്ങ്, അതിൻ്റെ 4 പശുക്കളെ വളർത്തുന്നുണ്ട്. അതുകൂടാതെ തൊഴിലുറപ്പിന്റെ ജോലിക്ക് പോകുന്നു. അപ്പൊ അതുകൊണ്ട് ആളൊരു അപാര കർഷകയാണ്. നല്ലൊരു കൈയ്യടി കൊടുക്കുക. അടുത്ത വിഭാഗം വിദ്യാർത്ഥിനി കർഷകയാണ്. നമ്മുടെ കുമാരി സ്നേഹ ബോബി പൊക്കാമറ്റത്തിലെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു കൊടുക്കുന്നു. ആളുടെ അമ്മയെ നിങ്ങൾക്ക് അറിയായിരിക്കും, ലൈലി ബേബി. വളരെ നല്ല കർഷകയാണ്. ഏകദേശം 1.5 ഏക്കറുള്ള സ്ഥലമുണ്ട്. അതിൻ്റെ ഒപ്പം അമ്മയോടൊപ്പം തന്നെ
അവൾക്ക് നല്ലൊരു പേരുണ്ട്. അവസാന വിഭാഗം നമ്മുടെ യുവ കർഷകനാണ്. യുവ കർഷകനായിട്ട് ശ്രീ എൽദോ സാബു കാഞ്ഞിരക്കാട്ടിലെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ആള് ബേസിക്കലി ഒരു എഞ്ചിനീയറാണ്. അതിനൊപ്പം തന്നെയാണ് 2 ഏക്കറോളം 2.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് 1000-ലധികം വാഴകൾ, 250 റംബൂട്ടാൻ, അതുകൂടാതെ മറ്റ് പച്ചക്കറികളെല്ലാം ചെയ്തിട്ടുണ്ട്. അഭ്യസ്തനായ ഈ യുവ കർഷകന് നല്ലൊരു കഴിവ്. കർഷകരുടെ ആദരവ് ചടങ്ങ് അവസാനിച്ചിരിക്കുകയാണ്.